ഹായ്, വെൽക്കം ബാക്ക് ഓൾ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയുള്ള സ്ലോട്ട് എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ലേണിംഗ് കഴിഞ്ഞ് 30 ദിവസത്തെ സമയം കിട്ടും. ആ 30 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ആണ് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ടുള്ള സ്ലോട്ട് എങ്ങനെ ബുക്ക് ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം പരിവാഹന്റെ സൈറ്റ് ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് നമ്മളൊരു ബ്രൗസർ എടുക്കുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിന്റെ സെർച്ച് ബാറിൽ നമ്മൾ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് പരിവാഹന്റെ ലിങ്ക് കാണാം. ആ പരിവാഹന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഓൺലൈൻ സർവീസസ് എന്നൊരു കാണാം. അപ്പോൾ ഓൺലൈൻ സർവീസസിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നൊരു ഓപ്ഷൻ കാണാം. നമുക്ക് അവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഹോം പേജിലേക്ക് എത്താം. പരിവാഹന്റെ ഇതിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ അപ്പോയിന്റ്മെന്റ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് DL ടെസ്റ്റ് സ്ലോട്ട് ബുക്കിംഗ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആയിട്ട് കാണാം. അപ്ലിക്കേഷൻ നമ്പർ, ലേണേഴ്സ് ലൈസൻസ് നമ്പർ. അത് നമുക്ക് അപ്ലിക്കേഷൻ നമ്പർ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ അപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. അവിടെ അപ്ലിക്കേഷൻ നമ്പർ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം അവിടെ ഒരു ക്യാപ്ച കാണാം. ആ ക്യാപ്ച ID അവിടെ തെറ്റുകൂടാതെ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ക്യാപ്ച ID എൻ്റർ ചെയ്തതിനു ശേഷം അവിടെ ഒരു സബ്മിറ്റ് എന്നൊരു ബട്ടൺ കാണാം. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് അവിടെ നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, നമ്മുടെ ഫാദർ നെയിം, നമ്മുടെ വാഹനം ഏതാണോ സെലക്ട് ചെയ്തത് ആ വാഹനം അവിടെ കാണാം. ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ടു ബുക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് അവിടെ ഡേറ്റ് കാണാം. സ്ലോട്ട് എന്നാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ചോപ്പ് കാണുന്നതെല്ലാം നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. അതായത് നമുക്ക് അവൈലബിൾ സ്ലോട്ടിൽ എല്ലാം തീർന്നു കഴിഞ്ഞതാണ്. നീല എല്ലാം അവധി ദിനങ്ങളാണ്. നമുക്ക് പച്ച നിറത്തിൽ കാണിക്കുന്നത് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൽ ഏത് ഡേറ്റിലാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കി കണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈം സ്ലോട്ടുകൾ കാണാം. ആ ടൈം സ്ലോട്ടുകളിൽ എത്ര കോട്ടകൾ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കും. അപ്പോൾ നമുക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ബുക്ക് സ്ലോട്ട് എന്നുള്ള ഓപ്ഷൻ കാണാം താഴത്തായിട്ട്. ആ ബുക്ക് സ്ലോട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഈ ബുക്ക് സ്ലോട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലേക്ക്, നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ വണ്ടി ഏതാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് ഡീറ്റെയിൽസ് എല്ലാം കാണാം. അതിന് താഴത്തായിട്ട് കംഫർട്ട് സ്ലോട്ട് ബുക്ക് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബുക്കിംഗ് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഈ പേജ് നമ്മൾ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുള്ളത്. നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ഈ പ്രിന്റ് നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ സ്ലോട്ട് ബുക്ക് ചെയ്യാനുള്ള ഫോർമാലിറ്റീസ്.